أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقالت اليهود ليست النصارى على شيء وقالت النصارى ليست اليهود على شيء وهم يتلون الكتاب كذلك قال الذين لا يعلمون مثل قولهم فالله يحكم بينهم يوم القيامة فيما كانوا فيه يختلفون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ബഖറയിലെ 114 ആയത്താണ് ഓതിക്കേൾപ്പിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ക്രിസ്ത്യാനികൾക്ക് യാതൊരു സത്യമായ പ്രമാണവുമില്ലെന്ന് യഹൂദികൾ പറയുന്നു, യഹൂദികൾക്ക് യാതൊരു സത്യമായ പ്രമാണവുമില്ലെന്ന് ക്രിസ്ത്യാനികളും പറയുന്നു. അവർ ഇരുകൂട്ടരും വേദം വായിക്കുന്നുമുണ്ട്. ഇപ്രകാരം അവർ പറയുന്നത് പോലെ അറിവില്ലാത്ത മറ്റു ചിലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏതൊരു കാര്യത്തിൽ അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്നുവോ അതേപ്പറ്റി പുനരുത്ഥാന നാളിൽ അള്ളാഹു അവർക്കിടയിൽ തീരുമാനം കൽപ്പിക്കുന്നതാണ്. ഈ ആയത്തിൻ്റെ വിശദീകരണം ഹദരത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു തഫ്സീർ കബീറിൽ ഇങ്ങനെ വിവരിക്കുന്നു. ഇവിടെ അള്ളാഹു പറയുന്നു, ഈ ആളുകൾ നിങ്ങളെ മോക്ഷാർഹരല്ല അല്ലെങ്കിൽ നരകാവകാശികളാണ് എന്ന് മുദ്രകുത്തുന്നു. എന്നാൽ അവരുടെ സ്വന്തം അവസ്ഥ എന്താണെന്ന് നോക്കുക. ക്രിസ്ത്യാനികളിൽ യാതൊരു നന്മയുമില്ലെന്ന് ജൂതന്മാരും ജൂതന്മാരിൽ യാതൊരു നന്മയുമില്ലെന്ന് ക്രിസ്ത്യാനികളും പറയുന്നു. യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും ഒരേ ഗ്രന്ഥമാണ് പാരായണം ചെയ്യുന്നത്. ബൈബിളിൽ തങ്ങൾ വിശ്വസിക്കുന്നു എന്ന് രണ്ടു കൂട്ടരും അവകാശപ്പെടുന്നു. ഇഞ്ചീലിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. അതായത് ജൂതന്മാർ അതിനെ ഒരു പരിശുദ്ധ ഗ്രന്ഥമായി അംഗീകരിക്കുന്നില്ല, എന്നാൽ ക്രിസ്ത്യാനികൾ അതിൽ വിശ്വസിക്കുന്നു. എങ്കിലും പഴയ നിയമം ഉൾപ്പെടുന്ന ബൈബിളിൽ ജൂതന്മാരും ക്രിസ്ത്യാനികളും ഒരുപോലെ വിശ്വസിക്കുന്നു. അതിൽ ഒരുപാട് നന്മകളുണ്ടെന്ന് രണ്ട് വിഭാഗവും സമ്മതിക്കുന്നുമുണ്ട്. ഒരേ ഗ്രന്ഥത്തിൽ വിശ്വസിച്ചിട്ടും അവർക്കിടയിൽ എത്ര വലിയ ഭിന്നതയാണുള്ളത്. ജൂതന്മാർ ക്രിസ്ത്യാനികളെയും ക്രിസ്ത്യാനികൾ ജൂതന്മാരെയും പൂർണ്ണമായും തള്ളിക്കളയുന്നു. ജൂതന്മാരുടെ 3 അവകാശവാദങ്ങളെക്കുറിച്ച് മുമ്പ് പരാമർശിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 4ാമത്തെ കാര്യമാണ്. യഥാർത്ഥത്തിൽ ആദ്യത്തെ 2 വാദങ്ങളും അവസാനത്തെ 2 വാദങ്ങളും പരസ്പരം സാമ്യമുള്ളവയാണ്. ആദ്യ അവകാശവാദം നരകാഗ്നി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഞങ്ങളെ സ്പർശിക്കുകയുള്ളൂ എന്നതാണ്. 2ാമത്തെ വാദം പരലോകം അല്ലെങ്കിൽ സ്വർഗം ഞങ്ങൾക്ക് മാത്രമായി നിശ്ചയിക്കപ്പെട്ടതാണ് എന്നതാണ്. 3ാമത്തെ വാദം ജൂതന്മാരല്ലാതെ മറ്റാരും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ക്രിസ്ത്യാനികളും ഇതേപോലെ തങ്ങളുടെ കാര്യത്തിൽ അവകാശപ്പെട്ടു. 4ാമത്തെ അവകാശവാദം, അതാണ് ഏറ്റവും കഠിനമായത്. അവർ പറയുന്നു, മറ്റുള്ളവർ സ്വർഗത്തിൽ പോകുന്ന കാര്യം പോയിട്ട് അവരിൽ യാതൊരു നന്മ പോലുമില്ല എന്ന് വാദിക്കുന്നു. ഒരാൾ നരകത്തിൽ പോകുന്നു എന്നതിനർത്ഥം അയാളിൽ യാതൊരു നന്മയുമില്ല എന്നല്ല. നന്മകൾ കുറയുകയും തിന്മകൾ കൂടുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഇവർ പരസ്പരം നരകാവകാശികളാക്കുന്നതിൽ എത്രത്തോളം അതിരുകടക്കുന്നുവെന്നാൽ മറ്റുള്ളവരിൽ യാതൊരു നന്മയുമില്ല എന്ന് അവർ വിധിക്കുന്നു. അള്ളാഹു ചോദിക്കുന്നു, ബാക്കി നന്മകളുടെ കാര്യം പോട്ടെ, നിങ്ങൾ രണ്ടുപേരും ബൈബിൾ പാരായണം ചെയ്യുന്നത് ഒരു നന്മയല്ലേ? ചുരുക്കത്തിൽ ഒരു വിഭാഗത്തിൻ്റെ നന്മകളെ പൂർണ്ണമായി നിഷേധിക്കുന്നത് ശരിയല്ല. ഓരോ മതത്തിലും ചില സത്യങ്ങളുണ്ടാകും. ഒരു സത്യമതം എന്നാൽ മറ്റുള്ളവയെ അപേക്ഷിച്ച് കൂടുതൽ നന്മകളും പൂർണ്ണതയും ഉള്ളതും പോരായ്മകളിൽ നിന്ന് മുക്തവുമാണ് എന്നാണ് അർത്ഥം. അല്ലാതെ മറ്റുള്ളവയിൽ നന്മയേ ഇല്ല എന്നല്ല. നിർഭാഗ്യവശാൽ ഈ തത്വം പലരും മനസ്സിലാക്കാത്തതാണ് കടുത്ത മതവിദ്വേഷത്തിന് കാരണമാകുന്നത്. ഇസ്ലാം ഇത്തരം ഇടുങ്ങിയ ചിന്താഗതിയെയും തെറ്റായ വാദങ്ങളെയും ശക്തമായി എതിർക്കുന്നു. താൻ സത്യമതമാണെന്ന് അവകാശപ്പെടുമ്പോഴും മറ്റ് മതങ്ങളിൽ നന്മകളുണ്ടെന്ന് ഇസ്ലാം അംഗീകരിക്കുന്നു. മതഭ്രാന്തിൻ്റെ പേരിൽ മറ്റുള്ളവരെ അന്ധമായി ആക്രമിക്കരുതെന്നും
അവരുടെ നന്മകൾ കാണാൻ ശ്രമിക്കണമെന്നും ഇസ്ലാം ഉപദേശിക്കുന്നു. ഒരു മതം പൂർണ്ണമായും തിന്മകളുടെ സമാഹാരമാണെന്ന് കരുതുന്നത് തെറ്റാണ്. ഈ ആയത്തിൽ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹു ശാസിക്കുന്നത് അവർ അന്ധമായ വിദ്വേഷം കാരണം മറ്റുള്ളവരുടെ നന്മകളെ കാണുന്നില്ല എന്നതിനാലാണ്. വിശ്വാസികൾ ഈ ഖുർആനിക അധ്യാപനം പിന്തുടരുകയാണെങ്കിൽ ലോകത്ത് സമാധാനം സ്ഥാപിക്കാൻ കഴിയും. മതപരമായ തർക്കങ്ങളുടെ അടിസ്ഥാനം ഇത്തരം തെറ്റിദ്ധാരണകളാണ്. കദാലിക ഖാലല്ലദീന ലാ യഅലമൂന മിസ്ല ഖൗലിഹിം, അതുപോലെ തന്നെ അറിവില്ലാത്തവരും അവരുടേതുപോലുള്ള വാക്ക് പറഞ്ഞു. ഈ സ്വഭാവ ദൂഷ്യം ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും മാത്രമല്ല, ശരിയായ അറിവില്ലാത്ത എല്ലാ ആളുകളിലും കാണപ്പെടുന്നു എന്ന് അല്ലാഹു പറയുന്നു. മറ്റൊരാളിലെ നന്മകളെ പാടെ അവഗണിക്കുന്നത് അജ്ഞതയുടെ അടയാളമാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളിൽ നന്മയേ ഇല്ല എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും? ലോകത്ത് ഉപകാരമില്ലാത്ത ഒന്നും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറയുന്നു. എന്തിനധികം പാമ്പിൻ്റെയും തേളിൻ്റെയും വിഷത്തിൽ പോലും ഉപകാരമുണ്ട് എന്ന് ഇന്ന് ശാസ്ത്രം സമ്മതിക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യനിൽ നന്മയേ ഇല്ല എന്ന് പറയുന്നത് ദൈവത്തിനു മേലുള്ള ആക്ഷേപമാണ്. അള്ളാഹു യഹ്കുമു ബൈനഹും യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അള്ളാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കും. ജൂതന്മാരിലോ ക്രിസ്ത്യാനികളിലോ നന്മയേ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ലെന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. എന്നാൽ അവർക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ആ തെറ്റുകൾ തിരുത്താനാണ് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത്. നന്മകൾ കുറയുകയും തിന്മകൾ വർദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത്. അത്തരം സന്ദർഭങ്ങളിലാണ് അള്ളാഹു തൻ്റെ പ്രവാചകന്മാരെ നിയോഗിക്കുന്നത്. അങ്ങനെ ആളുകൾക്ക് തിന്മകൾ കുറക്കാനും നന്മകൾ വർദ്ധിപ്പിക്കുവാനും ദൈവവുമായുള്ള ബന്ധം ശക്തമാക്കാനും സാധിക്കുന്നു. ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ അള്ളാഹു നമ്മെ പ്രാപ്തരാക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.